ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നാളെ ഓണമുണ്ട്. കുറച്ച് പൂവൊക്കെ നമുക്കിവിടെ ഒന്ന് പറിച്ചെടുക്കണം. എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ ഞാൻ 2 പാക്കറ്റ് ഫുള്ള് പൂവ് പിരിതി എടുത്തെന്ന് വെച്ചാൽ അതിനകത്ത് ഓരോരോ ആക്കി എടുത്ത്. കഷ്ടമുണ്ട് നമ്മളിതൊക്കെ പറിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഇവിടെ എനിക്ക് കിട്ടിയേക്കണത് ലോട്ടസും പിന്നെ ഓറഞ്ച് പൂവ്. എനിക്ക് പേരറിഞ്ഞൂടാ കേട്ടോ, പൂവാ അതെനിക്ക് പേരറിഞ്ഞൂടാ. അപ്പം നമുക്കിത് പറഞ്ഞേ അവർക്ക് അത്രയും എടുത്തുണ്ടോ ലോട്ടസ് കണ്ടിരിക്കാം. നീ എൻ്റെ കൂടെ ഇരിക്കുന്ന നന്നായി. അപ്പം നമുക്ക് ആദ്യം ഇവിടെ നമ്മളുടെ ഓറഞ്ച് പൂവിനെ റെഡിയാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ലോട്ടസിന് റെഡിയാക്കാം. അല്ലെന്തി സമയമേ ഇങ്ങനെ പോകുന്നേ, സത്യമായിട്ട് സമയം പോട്ടോ. ഓറഞ്ച് പൂവ് ഞാൻ ഓറഞ്ച് പൂവ് മടിയിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞ ഓണത്തിന് എനിക്ക് ശരിക്കും പൂക്കൾ ഇടുന്നായിരുന്നു. അത് ഇടാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഇവിടെ അല്ല, ഞങ്ങൾ ദുബായി പോയപ്പോൾ അവിടെ ലോട്ടസ് എന്താ മണ, ലോട്ടസിന്റെ ഒരു സ്പെഷ്യൽ മണവേ. അതിൻ്റെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോർമല്, ഇതൊക്കെ നാച്ചുറൽ. അടിയിട്ടു പാറുമിണ്ടായിക്കണുണ്ടോ നീ? മിണ്ടായിക്ക്. എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഇവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കണം. അതാണ് ഞാൻ മിണ്ടായിക്കാൻ പറയുന്നത്. നോ, അത് ഇവിടെ വാ, നീ എന്തിനാ അവിടെ പോയിരിക്കണം? ഗൈസ്, ഇപ്പം ഞാൻ പൂ പയ്യെ പറക്കിയാണ്. ഓണം പാട്ടിൻ വാതിലെടുത്തിട്ടൊന്ന് അമ്മ. ഞാൻ പറക്കിട്ട് വരാം. ഞാൻ പകുതി പിറക്കി കയ്യാറായി. അയ്യോ, ഇനി ഒരുപാടുണ്ടല്ലേ. അത് നോക്കിയിട്ട് എന്താണ് പരുവാതിരക്കു. അമ്മ ഞാൻ വരാം. ഞാനിതിവിടെ പിറക്കിയെടുക്കാൻ പോകുന്നു. ചേച്ചിന്ന് പറയല്ലേ, അടി കിട്ടു കേട്ടോ. ചേച്ചിയാണെന്ന് വിളിച്ചാ മതിയാ നോട്ട്. ഞാൻ ഇതിപ്പോ ഇറക്കി ഇട്ടാലുണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലത്തെ സാധനം എടുത്ത് വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. മര്യാദക്ക് ഇരിക്കി പറോ. കയ്യാറ്. അമ്മ വരുന്നമ്മ. ആറു എന്താണെന്ന് ഒന്ന് പോയി നോക്കിട്ടേ. ഞാൻ അതുകൊണ്ടാണ് നിന്നെ ഇവിടെ വെച്ചേക്കണ, മനസ്സിലായ? സഹായിക്കാൻ വേണ്ടി.
ഗൈസ് ഇന്ന് അമ്മയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം മടിയായിരുന്നു ഉണ്ടാക്കാൻ എന്നുവെച്ചാൽ വയ്യ. നമ്മളിപ്പോൾ മോർണിംഗ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വരുമല്ലേ. അപ്പം ഞാൻ രാവിലെ ഇവിടെ ഒക്കെ തുടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം പൂ പറിക്കൊണ്ടിരിക്കുന്നു. വരുന്നോ ഗൈസ്? പറക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് അമ്മ വിളിച്ചത്. നിനക്ക് ചിരിക്കണോ? ചിരിക്കണ്ട പോയി അപ്പുറത്ത് പോയിരുന്നു ചിരി പോയിരുന്നു അപ്പുറത്ത് പോയി ചിരി. അവൾക്ക് ചിരിക്കാം വരും. പറമ്പുണ്ടായിരിക്കണോ? സത്യമായിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് നീ. അത് നിനക്കറിയാവോ? നിനക്ക് ചിരിക്കണം. ഓക്കെ നിനക്ക് ചിരിക്കണം. അടക്കടന്ന് ചിരിച്ചോ? ആരാ പറഞ്ഞു ചിരിക്കേണ്ടത്? ചിരിച്ചോ? കഷ്ടായി പോയിട്ടത്. കൊള്ളത്തില്ല, ഇത് ഒരിക്കലും കൊള്ളത്തില്ല. അച്ഛനമ്മയാണ് ഞങ്ങളോട് പൂ പറക്കാൻ പറഞ്ഞത്. എനിക്ക് ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് താങ്കളോട് തന്നെ അയക്കേണ്ടത്. കഷ്ടമുണ്ടല്ലോ നമ്മൾ ചുമ്മാ പറഞ്ഞു കേട്ടോ. ഇടയ്ക്ക് ഇന്നുണ്ടല്ലോ ചെറിയ അടി കൂടലുണ്ട്. നോർമല. മിണ്ടായിരിക്കാവോ? സത്യമായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ എനിക്ക് അറിവില്ലടി. മന്ദബുദ്ധിയിലോട് ഇറക്കണുണ്ടല്ലോ. നമ്മളിങ്ങനെ കണ്ടിട്ട് ചിരിച്ചോണ്ടിരുന്നാലുണ്ടല്ലോ നമ്മൾ തന്നെ മന്ദബുദ്ധിയായി പോവും. സത്യം ഇത് എന്നുവെച്ചാൽ നമ്മൾ അവരെ കണ്ടിട്ട് നമ്മൾ അവരുടെ പൊട്ടത്തരങ്ങൾക്ക് ചിരിച്ചോണ്ടിരുന്നാൽ നമ്മൾ പൊട്ടത്തിയായി പോവും അല്ലേ? നമുക്കിവിടെ പൂ പറിച്ചോണ്ടിരിക്കുക. അവളെ മൈൻഡ് ചെയ്യണ്ട. നിന്നോടല്ല ഞാൻ ചോദിച്ചത് അല്ലേ? നിന്നോടല്ല ചോദിച്ചത്. എൻ്റെ പൂ കരിയാതെ അയ്യാ. നാളത്തെ ഓണം നല്ലതായിരിക്കും. ബൈ. ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു ഗൈസ്. ഹാപ്പി ഓണം പറയ. ഹാപ്പി ഓണം എന്ന് പറയൂ. ഹാപ്പി ഓണം. പക്ഷേ അഡ്വാൻസ് ഹാപ്പി ഓണമാണ് പറഞ്ഞിട്ട് കാര്യം. കാരണം ഓണം ഇതുവരെ ആയില്ലല്ലോ. നാളെ ഓണം. മിണ്ടായിക്കോ ഭയങ്കരമായിട്ട് മിണ്ടായിക്കോ. എനിക്ക് ഇഷ്ടമില്ല നീ മിണ്ടുന്നത് കാണുമ്പോൾ. നമ്മള് കയറി ഇവള് ഭയങ്കര ഇങ്ങനെ ഇരുന്നോട്ടെ. നീ ചിരിച്ചിരുന്നു. വെറുതെ അല്ലേ ആർക്കും നിന്നെ 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 കൊല്ലാൻ തോന്നാതിരിക്കാൻ വേണ്ടി. എല്ലാവർക്കും നിന്നെ കണ്ട അപ്പൊ കൊല്ലണം. ഇതാ ഒരു കാര്യം കണ്ടോ. നീ ഭയങ്കര പാരനോയിഡാ.
യു ആർ പാരനോയിങ് മീ. പാര എന്താ പാര ഫാൻ്റെ നിന്റെ ഫാൻ്റെ അവളൊരു പാട്ട് പാറുമുണ്ടായിരിക്ക്. ഞാൻ കഴിയാറായി. പാറു ഇതുവരെ ആവത്തില്ല. പാറു എടി നീക്ക് പോണ്ട് പോലെ ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കേ. നീ പതിയാക്ക്. ചേച്ചി വരുമ്പോ നീ കഴിക്കും. നമുക്ക് ഒരുമിച്ച് പോവാം. ഇത് കയറി നിന്റെ വേഗാക്ക. ഞാൻ കരിയേറെ. ഞാൻ കരിയേറെ. ഓക്കേ ഗൈസ്, ഇനി എനിക്കൊരു പൂവും കൂടെ ഉള്ളൂ. ഫിനിഷ് ആവരാ. അപ്പം ഞാൻ പിന്നെ മൗണ്ട് കാണിച്ചാൽ ഞാൻ ഇത്ര വിറയ്ക്കാണ്. ഇനി ലോട്ടസ് കട്ട് ചെയ്യാൻ കിടപ്പുണ്ട്. അമ്പം വിട്ടപ്പോ ലോട്ടസ് ഫുള്ള് കട്ട് ചെയ്യാനുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ കത്രിക വെച്ചോട്ടെ. അത് നമുക്ക് കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ചെയ്യാം. അല്ലെന്തി എന്ത് പറ്റും? ഭക്ഷണം മാത്രമല്ല, നമുക്ക് കുറച്ച് റെസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ 3 പ്രാവശ്യമായി നമ്മൾ എന്നുവെച്ചാൽ 3 പൂക്കൾ എല്ലാ പാക്കറ്റും. അപ്പൊ ഗൈസ്, അപ്പൊ പാറു കറുത്ത ഇത്തിരി ഇടാൻ വേണ്ടി ഞങ്ങള് ഇവളോട് ഇതിന് തൊണ്ട് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനാണിത് പക്ഷെ ലോട്ടസ് പറക്കാനുണ്ട്. അപ്പൊ ഞാൻ കഴിച്ചിട്ട് തിരിച്ചു തരാം. ബൈ.